അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവളും അവളുടെ സുഹൃത്തും അടുത്ത ഗ്രാമത്തിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. കയ്യിൽ പണമൊന്നും ഇല്ലാത്തതിനാൽ അവർ നടന്നാണ് യാത്ര തിരിച്ചത്. നടന്ന് ക്ഷീണിച്ച് അവർ എത്തിച്ചേർന്നത് ഒരു നദിക്കരയിലാണ്. ഇനി എന്തെങ്കിലും കഴിച്ച് ക്ഷീണം അകറ്റിയിട്ടാവാം യാത്ര എന്ന് തീരുമാനിച്ച് അവർ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് അവർ ആ കാഴ്ച കണ്ടത്. ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അവർ സന്തോഷം അടക്കാനായില്ല. ജീവിതകാലം മുഴുവൻ സുഖമായി രണ്ടുപേർക്കും ജീവിക്കാൻ ഇനി വേറൊന്നും നോക്കണ്ട. അവർ അത് ഷെയർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. ഭക്ഷണത്തിനായി നടക്കുന്നതിനിടയിൽ അവൾ ആലോചിച്ചു, അവനില്ലാതായാൽ ആ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ എന്റേതായനെ. അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അപ്പോഴാണ് അവളെ തേടി അവൻ അവിടെ എത്തിയത്. ഭക്ഷണമെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞതും അവൾ അയാൾ പിറകിൽ നിന്ന് ശക്തമായി തള്ളി നദിയിലേക്ക് തള്ളിയിട്ടു. പാവം, നീന്താൻ അറിയാത്ത അയാൾ വെള്ളത്തിൽ കൈകാലിട്ടടിച്ച് മരിച്ചുപോയി. അത്യധികം സന്തോഷത്തോടെ അവൾ ഇനി എല്ലാ സ്വർണ്ണ നാണയങ്ങളും എനിക്കാണ് എന്ന് പറഞ്ഞ് സന്തോഷത്താൽ അവൻ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് കഴിച്ചതും നിമിഷങ്ങൾക്കകം അവൾ പിടഞ്ഞു മരിച്ചു. കാരണം ആ ഭക്ഷണത്തിൽ അവൻ വിഷം കലർത്തിയിരുന്നു. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. യെസ്, കർമ്മ